ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഇലക്ട്രോണിക്സ് മേഖലയിൽ ഫങ്ഷണൽ സിസ്റ്റങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്യൂട്ട് ഡിസൈൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരിക്കൽ ഒരു സർക്യൂട്ട് സ്കീമാറ്റിക് ഡ്രാഫ്റ്റ് ചെയ്ത് സാധൂകരിച്ചാൽ അടുത്ത ഘട്ടം അതിനെ ഒരു ലേഔട്ട് ഡയഗ്രാമിലേക്ക് വിവർത്തനം ചെയ്യുകയാണ്. ഈ പരിവർത്തനം ആശയപരമായ ഡിസൈനിൻ്റെ പ്രായോഗിക നിർവഹണത്തോടൊപ്പം ബന്ധിപ്പിക്കുന്നു. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നവ: സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സിംഗിൾ സ്റ്റേറ്റ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ നിർമ്മിക്കുക. സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കിയ സർക്യൂട്ട് ഒരു ലേഔട്ട് ഡയഗ്രം ആയി നിർമ്മിക്കുക. PCB ലേഔട്ടിന്റെ പാരാമീറ്ററുകൾ. PCBക്ക് നിരവധി പാരാമീറ്ററുകൾ ഉണ്ട്. അവ മിൽസ്, ട്രേസസ്, ട്രേസ് വിഡ്ത്ത്, ആനുവൽ റിംഗ്, മിനിമം റിംഗ് വിഡ്ത്ത്, മിനിമം ക്ലിയറൻസ്, റൗട്ടിംഗ് ലെയറുകൾ, റൗട്ടിംഗ് ടോപ്പോളജി. മിൽസ്. നിങ്ങളുടെ PCBക്കായി നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന എല്ലാ ഫീച്ചറുകളും വിശദാംശങ്ങളും വിശ്വസനീയമായി നിർമ്മിക്കുന്നതിന് ഫാബ്രിക്കേഷൻ പ്രോസസ്സിന് കുറഞ്ഞത് 6 മിൽസിലോ 0.006 ഇഞ്ച് വലിപ്പമോ ഉണ്ടായിരിക്കണം. നിയുക്ത മില്ലുകൾക്ക് താഴെ വലിപ്പം കുറയ്ക്കാൻ ശ്രമിക്കുന്നത് അവസാന PCBയിൽ തെറ്റുകളിലേക്കോ പൊരുത്തക്കേടുകളിലേക്കോ നയിച്ചേക്കാം. ട്രേസസ്. ഒരു PCBയിലെ കണ്ടക്റ്റീവ് പാതകളാണ് ട്രേസുകൾ. അത് വിവിധ കമ്പോണന്റുകളെ ബന്ധിപ്പിക്കുകയും അവ തമ്മിൽ ആശയവിനിമയവും സഹകരണവും സാധ്യമാക്കുകയും ചെയ്യുന്നു, ഒരു വീട്ടിലെ വയറിംഗ് പോലെ. ട്രേസസ് വിഡ്ത്ത്. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലെ ഇലക്ട്രിക്കൽ കോമ്പോണന്റിനെ ബന്ധിപ്പിക്കുന്ന കണ്ടക്റ്റീവ് ചാനലുകളുടെ കനം ട്രേസ് വിഡ്ത്ത് എന്ന് വിളിക്കപ്പെടുന്നു. വിശാലമായ ഒരു ട്രേസ് മെച്ചപ്പെട്ട സിഗ്നൽ സമഗ്രതയ്ക്ക് കുറഞ്ഞ റെസിസ്റ്റൻസ് പ്രദാനം ചെയ്യുന്നു, കൂടാതെ അമിതമായി ചൂടാകാതെ ഉയർന്ന കറന്റ് വഹിക്കാനും കഴിയും. മാനുഫാക്ചറിംഗ് കേപ്പബിലിറ്റീസും സ്പേസ് റെസ്ട്രിക്ഷനും പരിഗണിക്കുമ്പോൾ ഇലക്ട്രിക്കൽ റിക്വയർമെന്റുകൾക്കായി ശരിയായ ട്രേഡ് വിഡ്ത്തുള്ള ഡിപ്പെൻഡബിൾ സർക്യൂട്ട് ആയിരിക്കും. ആനുലർ റിംഗ്. ഒരു ട്രേസ് അല്ലെങ്കിൽ പ്ലെയിൻ പോലുള്ള ഏറ്റവും അടുത്തുള്ള കോപ്പർ ഫീച്ചറിനും പ്ലേറ്റഡ് ത്രൂ ഹോൾ അല്ലെങ്കിൽ പാഡിന്റെ അരികിനും ഇടയിൽ നിലനിൽക്കുന്ന ആനുലർ സ്പേസാണിത്. സോൾഡർ ജോയിന്റ് ക്വാളിറ്റി ഏറ്റവും കൂടുതലാക്കുന്നതിനും സോൾഡറിംഗ് എററുകൾ ഒഴിവാക്കുന്നതിനും ഡിസൈനർമാർ ആനുലർ റിങ്ങുകളുടെ ഡയമെൻഷനുകൾ സെറ്റ് ചെയ്യുന്നു. മിനിമം റിംഗ് വിഡ്ത്ത്. പ്ലേറ്റഡ് ത്രൂ ഹോൾ അല്ലെങ്കിൽ ചുറ്റുമുള്ള അനുവദനീയമായ ഏറ്റവും ചെറിയ ആനുലർ റിംഗ് വിഡ്ത്തിനെ PCB ഡിസൈനിൽ മിനിമം റിംഗ് എന്ന് വിളിക്കുന്നു. ഇത് പ്രധാനമാണ് കാരണം ഇത് സോൾഡർ ബോണ്ട്, ഇലക്ട്രിക്കൽ കണക്ടിവിറ്റി എന്നിവയുടെ വിശ്വാസ്യത ഉറപ്പു നൽകുന്നു. മിനിമം ക്ലിയറൻസ്. ഇത് രണ്ട് കണ്ടക്റ്റീവ് എലമെന്റുകൾ തമ്മിലുള്ള അനുവദനീയമായ ഏറ്റവും ചെറിയ ദൂരത്തെ സൂചിപ്പിക്കുന്നു. ഇത് ഇലക്ട്രിക്കൽ ഷോർട്ട്സ് തടയുന്നതിനും സിഗ്നൽ ഇന്റഗ്രിറ്റിയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിനും നിർണായകമാണ്. റൗട്ടിംഗ് ലെയർ. കോമ്പോണന്റുകൾ തമ്മിലുള്ള ട്രേസുകൾ റൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടക്റ്റീവ് ലെയറുകൾ ആണ് ഇവ. ഒന്നിലധികം ലെയറുകൾ കൂടുതൽ സങ്കീർണമായ സർക്യൂട്ടുകൾ അനുവദിക്കുകയും സിഗ്നൽ ഇന്റർഫിയറൻസ് കുറയ്ക്കുകയും മികച്ച റൗട്ടിംഗ് ഫ്ലെക്സിബിലിറ്റി നൽകുകയും ചെയ്യുന്നു. റൗട്ടിംഗ് ടോപ്പോളജി. ഇതിനർത്ഥം PCB ട്രേസുകൾ ക്രമീകരിക്കുകയും കണക്ട് ചെയ്യുകയും ചെയ്യുക എന്നതാണ്. പൊതുവായ ടോപ്പോളജികളിൽ പോയിന്റ് ടു പോയിന്റ്, ബസ് റൂട്ടിംഗ് എന്നിവ ഉൾപ്പെടുന്നു. ഓരോന്നിനും സിഗ്നൽ ഇന്റഗ്രിറ്റിയുടെ കാര്യത്തിൽ ഗുണങ്ങളുണ്ട്. അടുത്തതായി നമ്മളൊരു സിംഗിൾ സ്റ്റേറ്റ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന്റെ നിർമ്മാണം നോക്കും. ഇതിനായി ഇനിപ്പറയുന്ന ഉപകരണങ്ങളും എക്വിപ്മെന്റുകളും ആവശ്യമാണ്. പേഴ്സണൽ കമ്പ്യൂട്ടർ. പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത സിമുലേഷൻ സോഫ്റ്റ്വെയർ. ഇനി നമുക്കൊരു സിംഗിൾ സ്റ്റേറ്റ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന്റെ നിർമ്മാണം നോക്കാം. ഇതിൽ ഉൾപ്പെടുന്ന സ്റ്റെപ്പുകൾ ഇവയാണ്. സ്റ്റെപ്പ് 1. സിംഗിൾ സ്റ്റേറ്റ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ നിർമ്മിക്കുക. സ്റ്റെപ്പ് 2. സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സർക്യൂട്ട് റൺ ചെയ്യുക. സ്റ്റെപ്പ് 3. തയ്യാറാക്കിയ സർക്യൂട്ട് ലേഔട്ട് ഡയഗ്രം ആയി പരിവർത്തനം ചെയ്യുക. PCയിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സിമുലേഷൻ സോഫ്റ്റ്വെയർ തുറക്കുക. ആപ്ലിക്കേഷൻ തുറക്കുന്നതിന് മുൻപ് എല്ലാ ലൈബ്രറികളും ആക്സസ് ചെയ്യുന്നതിന് അഡ്മിനിസ്ട്രേറ്ററായി റൺ ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രം നിർമ്മിക്കാൻ ന്യൂ പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. പ്രോജക്റ്റിന് പേര് നൽകുക. ഇവിടെ ഇത് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറായി സേവ് ചെയ്തിരിക്കുന്നു. തുടരാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എ സ്കീമാറ്റിക് സെലക്ട് ചെയ്ത് ഡീഫോൾട്ട് മോഡിൽ തുടരുക. തുടരാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക.
എല്ലാ ലേഔട്ടുകളും സെലക്ട് ചെയ്ത ശേഷം ഫിനിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്കീമാറ്റിക് ക്യാപ്ചറിൽ എല്ലാ കോമ്പോണന്റുകളും സ്ഥാപിക്കാൻ സർക്യൂട്ട് ഡയഗ്രം കാണുക. സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് നമുക്ക് ഇനി പറയുന്ന കോമ്പോണന്റുകൾ ആവശ്യമാണ്. ടൈപ്പ് ട്രാൻസിസ്റ്റർ BC547. ഓക്കെ ക്ലിക്ക് ചെയ്യുക. കപ്പാസിറ്റർ ടൈപ്പ് ചെയ്ത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതേ കോമ്പോണന്റ് സ്ഥാപിക്കുന്നതിന് മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മറ്റ് 2 കപ്പാസിറ്ററുകൾ സ്ഥാപിക്കുക. റെസിസ്റ്റർ ടൈപ്പ് ചെയ്ത് RES40 സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതേ കമ്പോണന്റ് സ്ഥാപിക്കുന്നതിന് മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മറ്റ് 4 റെസിസ്റ്ററുകൾ സ്ഥാപിക്കുക. കോമൺ ഗ്രൗണ്ട്, സിഗ്നൽ ജനറേറ്റർ, ഓസിലോസ്കോപ്പ്. എല്ലാ കോമ്പോണന്റുകളും സെലക്ട് ചെയ്ത ശേഷം സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് അവയെ സ്ഥാപിക്കുക. ഓസിലോസ്കോപ്പും സിഗ്നൽ ജനറേറ്ററും സെലക്ട് ചെയ്യാൻ വെർച്വൽ ഇൻസ്ട്രുമെന്റ് മോഡിലേക്ക് പോവുക. ഇപ്പോൾ കോമൺ ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ ടെർമിനൽ മോഡിൽ ക്ലിക്ക് ചെയ്യുക. സർക്യൂട്ട് അനുസരിച്ച് കോമ്പോണന്റുകൾ വയർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഓരോ കോമ്പോണന്റിനും വാല്യൂസ് അസൈൻ ചെയ്യാം. ഇപ്പോൾ അതനുസരിച്ച് റെസിസ്റ്ററിനും കപ്പാസിറ്ററുകൾക്കും വാല്യൂസ് അസൈൻ ചെയ്യുക. കോമ്പോണന്റുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്ത് അതിനനുസരിച്ച് വാല്യൂസ് മാറ്റുക. ഷോർട്ട്കട്ടായി Ctrl+E ഉപയോഗിക്കുക. ഓരോ കോമ്പോണന്റിന്റെയും വാല്യൂസ് ഇനി പറയുന്ന രീതിയിൽ ഫിക്സ് ചെയ്യുക. R1 = 100 കിലോ ഓംസ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. R2 = 100 കിലോ ഓംസ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. R3 = 10 കിലോ ഓംസ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. R4 = 10 കിലോ ഓംസ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. R5 = 1 കിലോ ഓംസ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. കപ്പാസിറ്റർ C1 = 10 മൈക്രോഫാരഡ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. C2 = 10 മൈക്രോഫാരഡ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. C3 = 10 നാനോഫാരഡ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. റെസിസ്റ്ററിന് DC വോൾട്ടേജ് നൽകുന്നതിന് ജനറേറ്റർ മോഡിലേക്ക് നീങ്ങുക. ഇതിലേക്ക് 12 വോൾട്ട് DC സപ്ലൈ പ്രയോഗിക്കുക. ഇപ്പോൾ അതിനെ ലേഔട്ട് ഡയഗ്രമിലേക്ക് പരിവർത്തനം ചെയ്യാൻ സർക്യൂട്ട് തയ്യാറാണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. തയ്യാറാക്കിയ സർക്യൂട്ട് ലേഔട്ട് ഡയഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ സർക്യൂട്ടിന്റെ കൺവേർട്ട് ചെയ്യാനായി PCB ലേഔട്ടിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. PCB ലേഔട്ട് എന്ന പേരിൽ പുതിയ ടാബ് തുറക്കും. ഗ്രാഫിക്സ് ബോക്സ് മോഡ് വരയ്ക്കാൻ ബോർഡ് എഡ്ജിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് തയ്യാറാക്കിയ സർക്യൂട്ട് ലേഔട്ട് ഡയഗ്രമിലേക്ക് കൺവേർട്ട് ചെയ്യാം. തുടരാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ടൂൾസ് ക്ലിക്ക് ചെയ്യുക. സർക്യൂട്ടിന്റെ കോമ്പോണന്റ് സെലക്ട് ചെയ്യാൻ ഓട്ടോ പ്ലേസർ സെലക്ട് ചെയ്യുക. എല്ലാ കോമ്പോണന്റുകളും സെലക്ട് ചെയ്യുക. പ്ലേസ്മെന്റ് ഗ്രിഡും എഡ്ജ് ബൗണ്ടറിയും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. തുടരാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്ത ശേഷം എല്ലാ കോമ്പോണന്റുകളും ലേഔട്ടിൽ സ്ഥാപിക്കും. നൽകിയിരിക്കുന്ന സർക്യൂട്ട് അനുസരിച്ച് എല്ലാ കോമ്പോണന്റുകളും അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലാ കോമ്പോണന്റുകളും അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഡിസൈൻ റൂൾ മാനേജർ ക്ലിക്ക് ചെയ്ത്
നെറ്റ് ക്ലാസുകളിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. വയർ ടൈപ്പ് ത്രൂ ഹോൾ ആയി സെലക്ട് ചെയ്ത ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. മുകളിൽ വലതുവശത്തേക്ക് നാവിഗേറ്റ് ചെയ്ത് ഓട്ടോ റൗട്ടർ സെലക്ട് ചെയ്യുക. ബിഗിൻ റൗട്ടിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടരാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കൺസ്ട്രക്റ്റഡ് സർക്യൂട്ടിന്റെ ലേഔട്ട് ഡയഗ്രം കാണാം. ഇപ്പോൾ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലെത്തിയിരിക്കുന്നു. ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ നിർമ്മിക്കാൻ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കിയ സർക്യൂട്ട് ഒരു ലേഔട്ട് ഡയഗ്രമായി നിർമ്മിക്കാൻ. വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.